നമ്മുടെ ജോലി റീപ്ലേസ് ചെയ്യോ? നമുക്ക് ജോലി ഇല്ലാതാവോ? അല്ലേ? നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് നമ്മുടെ ജോബും അല്ലെങ്കിൽ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നവരുടെ ജോബും എല്ലാം ഈ AI കാരണം റീപ്ലേസ് ആവുമോ എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഫ്യൂച്ചർ ജനറേഷൻ്റെ കാര്യം എന്തായിരിക്കും? നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചോ? നമ്മൾ കുട്ടികളെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? അവരെന്ത് ജോലിയായിരിക്കും ചെയ്യുക? അവരെങ്ങനെയായിരിക്കും ഏൺ ചെയ്യുക? ബേസിക്കലി അവരെങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളത്. ഇതിനൊക്കെ ഏറ്റവും വലിയ ആൻസർ എന്ന് പറയുന്നത് AIക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ വർക്കിനെ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. പ്രോപ്പർ മെഷീൻ ലേണിംഗ് ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കൊടുത്താൽ അതിനെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഓട്ടോമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല നമ്മളൊരു കുട്ടിയെ വളർത്തി വലുതാക്കുമ്പോൾ. ഹ്യൂമൻസ് ഇമോഷൻസ് കൊണ്ടാണ് ഏറ്റവും ആദ്യമായിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഇമോഷണൽ റെഗുലേഷൻ എല്ലാം വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് മോണ്ടിസറി വേ ഓഫ് ലേണിംഗ് ആണ്, അല്ലെങ്കിൽ മോണ്ടിസറി ഫിലോസഫിയാണ്. മോണ്ടിസറി എന്ന് പറയുന്നത് ഹൈ എൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ മെത്തേഡ് അല്ല. റാദർ ഭയങ്കര കോമൺ ആയിട്ട് എല്ലാ വീടുകളിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലോസഫിയാണ്. പ്രോപ്പറായിട്ട് നമ്മുടെ കുട്ടികൾ എന്താണെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുക, അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, അവരുടെ ഓരോ കോൺസെപ്റ്റിനെയും അവർ ഹാൻഡ്സ് ഓൺ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഇതൊക്കെയാണ് മോണ്ടിസറി വേ ഓഫ് ലിവിങ് അല്ലെങ്കിൽ മോണ്ടിസറി ഫിലോസഫി എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മളാണെങ്കിലും നമ്മുടെ കുട്ടികളാണെങ്കിലും എല്ലാവരും തന്നെ മോണ്ടിസറി ഫിലോസഫി ഏറ്റെടുത്ത് പോയി കഴിഞ്ഞാൽ വളരെ കാം ആൻഡ് പീസ്ഫുള്ളും എമ്പത്തറ്റിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിട്ട് നമുക്ക് വളർന്നു വരാൻ കഴിയും. AIക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഈസി ആക്കാൻ പറ്റും. അതായത് നമ്മൾ ഒരുപാട് ചിന്തിക്കുന്ന സമയത്തൊക്കെ പ്രോപ്പറായിട്ട് റാൻഡം ആയിട്ട് നമ്മുടെ തോട്ട്സ് പോവാതെ അതിന് പകരം നമ്മൾ പ്രോപ്പറായിട്ട് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള സജഷൻസ് എല്ലാം തരാൻ പറ്റും. ആക്ച്വലി ബേസിക് ആയിട്ട് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ തരാൻ പറ്റും. പക്ഷേ ഒരു കുട്ടി ഒരു കപ്പിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത് അതിന് മോണിറ്റർ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് പ്രോപ്പർലി ഒരു ഡെയിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ഒരു AI രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അതിനൊക്കെ ബേസിക്കായിട്ട് എന്ത് തന്നെ വേണം? ഒരു മോണ്ടിസറി രീതിയിലുള്ള പാരൻറ്റിങ് അല്ലെങ്കിൽ ടീച്ചിങ് നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. കുട്ടികൾക്ക് ബേസിക് ലൈഫ് സ്കിൽസ്, അതായത് കുക്കിംഗ്, ക്ലീനിങ്, അങ്ങനെയുള്ള ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യണം. അതൊരിക്കലും നമുക്ക് AI വെച്ച് റീപ്ലേസ് ചെയ്യാൻ കഴിയുന്നതല്ല. ഇൻഡിപെൻഡൻസിലൂടെ അവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള പവറും അതുപോലെ ഇൻഡിപെൻഡൻറ്റ് ചോയ്സ് എടുക്കാനുള്ളതാണ്. പ്രോപ്പർ ഡിസിഷൻ മേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഈവൻ AI സജസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷൻസിന് പോലും പ്രോപ്പറായിട്ട് ഇതിൽ ഏതെടുക്കണമെന്ന് ചൂസ് ചെയ്യാനും അത് സക്സസ്ഫുൾ ആക്കാനും നമുക്ക് പറ്റുകയുള്ളൂ. നമ്മൾ ഹ്യൂമൻ അനാട്ടമി എന്ന് പറയുന്നത് സെൻസോറിയൽ ബേസ്ഡ് ആയിട്ടാണല്ലേ. നമ്മൾ 5 സെൻസസ് നമുക്ക് പുറത്തു തന്നെ ഉണ്ട്. അല്ലാതെ തന്നെ നമ്മുടെ പല സെൻസിലൂടെയാണ് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത്. സ്മെല്ലായിക്കോട്ടെ, ടേസ്റ്റ് ആയിക്കോട്ടെ, ടച്ച് ആയിക്കോട്ടെ, അതുപോലെ വിഷ്വൽ ആയിക്കോട്ടെ, അങ്ങനെ പല സെൻസസും ആക്ടിവേറ്റ് ആക്കണം. ഇതൊന്നും AI കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല എന്നുള്ളത് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ എവിടേക്കാണ് AI റീപ്ലേസ്ഡ് ആവുന്നത്, എവിടെയാണ് AI റീപ്ലേസ്ഡ് ആവാത്തതെന്നുള്ള ഒരു ബോധം തീർച്ചയായിട്ടും വേണ്ടതാണ്. സെൻസറി ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് AI ബേസ്ഡ് മാത്രമായി കഴിഞ്ഞാൽ ഒരു മോണിറ്റർ മാത്രമാണല്ലേ. ടെക്സ്ചർ ഡിഫറൻസോ അല്ലെങ്കിൽ സ്മെല്ലോ ഓൾഫാക്ടറി സെൻസസോ ഒന്നും തന്നെ കുട്ടികൾക്ക് പ്രൊമോട്ട് ആവുന്നില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു AI ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് മുന്നോട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് അവരുടെ സെൻസസിനെയും അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയും അവരുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് പ്രോപ്പറായിട്ടുള്ള ഇമോഷണൽ ഇൻ്റലിജൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അവരുടെ ഇമോഷൻസിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. എങ്ങനെ നമുക്ക് ഇമോഷൻസിനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? ഒരു കുട്ടിക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുക. എന്തുകൊണ്ടാണ് ആ ഒരു ഫീൽ ഉണ്ടാവുന്നത്, എപ്പോഴാണ് ആ ഫീല് പോകുന്നത്, അല്ലെങ്കിൽ അതിനെങ്ങനെ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ കുട്ടികൾ ആദ്യമൊക്കെ വലിച്ചെറിഞ്ഞ് കാണിക്കും. നമ്മളത് പ്രോപ്പറായിട്ട് എങ്ങനെ ചാനലൈസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു AIക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതിനൊരു പാരൻ്റ് അല്ലെങ്കിൽ ടീച്ചറിൻ്റേത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു റോള് തന്നെയാണ്. ഇനി സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്തും AIക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് സോഷ്യൽ സ്കിൽസ്? ഒരാൾ വയ്യാതെ കിടക്കുകയാണ്, അയാൾക്ക് എങ്ങനെയാണ് പ്രോപ്പറായിട്ടൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ളത്, എമ്പത്തറ്റിക് ആയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത്, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുക്കുക, ഫുഡ് സമയത്തിന് കൊടുക്കുക, പ്രോപ്പറായിട്ട് കെയറിങ് കൊടുക്കുക, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അറിയുന്നതിനാണ് ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ വളരുന്നതും അതിനാണ്, ഇല്ലേ? നമ്മളിപ്പോൾ ജോബ് ചെയ്യുന്നതും എന്തിനാണ്? നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ആ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആക്കണമെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ലൈഫ് നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്
മനസ്സിലാക്കുന്നതിനായിട്ട് മോണ്ടിസറി ഫിലോസഫി നമ്മുടെ അപ്ലൈ ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊക്കെ അപ്പുറമായിട്ട് ഏറ്റവും മനസ്സിലാക്കേണ്ടത് AI അല്ലെങ്കിൽ മോണ്ടിസറി ഫിലോസഫി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ നമ്മളെന്താണ് ഒരു പോഡിയത്തിൽ വെച്ചിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. വളരെ ഇതായിട്ട് മോണ്ടിസറി ആയിക്കോട്ടെ ആയിക്കോട്ടെ രണ്ടും കോംപ്ലിമെൻ്റ് ചെയ്ത് നമ്മുടെ ലൈഫിനെ ഈസി ആക്കാനും ലൈഫ് സ്റ്റൈലിനെ ബെറ്റർ ആക്കാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, മോണ്ടിസറിയും AI പരസ്പരം ഒരു ഫൈറ്റിംഗ് ആയിട്ടല്ല, പക്ഷേ ഓരോന്നും നമ്മുടെ ടെക്നോളജി ബെറ്റർ ആയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഡിസിഷൻസ് എടുക്കേണ്ടത്, അതിനെ സൊസൈറ്റിയുടെ വെൽബീയിങ്ങിനെ എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രോപ്പർ ചാനലൈസ് ചെയ്തിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഈ ഒരു കാര്യമൊക്കെ വരുന്നതുകൊണ്ട് തന്നെ മോണ്ടിസറി അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് AI എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ടീച്ചിങ് അല്ലെങ്കിൽ പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു റോള് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഒരു AIക്കും ഒരു ടീച്ചറിനെയോ അല്ലെങ്കിൽ ഒരു പാരൻറ്റിനെയോ റീപ്ലേസ് ചെയ്യാൻ കഴിയുന്നതല്ല.